ഹായ് ഗായ്സ്. അപ്പോൾ ഞങ്ങളും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണാം. ഞങ്ങളുടെ ഇന്നത്തെ ഫസ്റ്റ് വ്ളോഗാണ്. ഇന്നിപ്പോൾ സൺഡേ അല്ലേ, സൺഡേ ആകുമ്പോഴാണ് നമുക്ക് ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ഡേ വരുന്നത്. അപ്പോൾ ഇവളുടെ ഒരു സൺഡേ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിന്ന് കാണിച്ചത്. അപ്പോൾ ഇന്നെല്ലാം എന്താ പറയുക, മടിയായിട്ടുള്ള ഒരു ദിവസമാണ്. ഇന്നാണല്ലോ നമുക്ക് ഒരു ഒഴിവുള്ള ദിവസം. അത് മടിയൊന്നുമില്ല, നല്ല കുട്ടിയാണ്. അത് കാണാറില്ല അങ്കന്മാരി വീഡിയോസ്. മടിയൊന്നുമില്ല, അത് നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് പോകണത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. എല്ലാവരെയും പോലെ ഞങ്ങളും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് വീഡിയോ എടുക്കുക, എല്ലാവരെയും പോലെ എങ്ങനെയാണ് വീഡിയോ എടുക്കുക, എങ്ങനെയാണ് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യുക, അതൊക്കെ പറ്റിയിട്ട് ഡൗട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഓരോരോ പോരായ്മകൾ മാറ്റി 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 നമുക്ക് വരാമല്ലോ. അങ്ങനെ അവൾക്ക് വേണ്ടിയിട്ടാണ് ഒരു കുഞ്ഞൊരു യൂട്യൂബ് ചാനൽ ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത് അല്ലേ. അപ്പം അപ്പോൾ നമുക്ക് അടിച്ച് പൊളിക്കാം. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കുടിക്കും. അവൾ രാവിലെ 8:30 ഒക്കെ ആയപ്പോഴാണ് എണീറ്റത്. അപ്പോൾ അവൾ എണീറ്റപ്പോൾ തന്നെ അവളുടെ അച്ഛനെ കാണാനില്ല. അപ്പോൾ അച്ഛനെ കാണണം എന്ന് പറഞ്ഞിട്ടുള്ള വാശിയിലാണ് എണീക്കണത് തന്നെ. അച്ഛൻ്റെ തിങ്കിങ് കഴിഞ്ഞപ്പോൾ അടുത്ത തിങ്കിങ്ങിലാണ് അവൾ. ഇന്ന് നേഴ്സറി ഉണ്ടോയെന്നാണ് ചോദിക്കുന്നത്. എന്തുണ്ടോന്ന്? ഇന്ന് സ്കൂളുണ്ടോന്ന്? നേഴ്സറിയാ? ഇന്ന് നേഴ്സറി ഇല്ല, ഇന്ന് സൺഡേ ഈസ് എ ഹോളിഡേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇരിക്കണ സമയത്താണ് അവൾ അച്ഛനെ കാണണം എന്ന് പറഞ്ഞ ഒടുക്കത്തെ വാശിയിൽ അങ്ങനെ അവള് അച്ഛനെ വിളിച്ചു വരുത്തി. ഗൈസ്, അച്ഛൻ നീ ഉറങ്ങണ്ട വെച്ചിട്ട് പോയതല്ലേ? അച്ഛൻ കൂടി പോകണ്ടേ കളിയുന്നതിന് കൂടെ. അങ്ങനെ ഇതാണ് കുഞ്ഞാറ്റയുടെ അച്ഛൻ. ഇനി ഞങ്ങളുടെ വീട്ടിലുള്ള ഓരോരുത്തരെയും ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു നീലു. ഞങ്ങൾ അവളേനെ ഒരു 4 മാസമൊക്കെ ഉള്ളപ്പോൾ സമയത്ത് വാങ്ങിയിട്ടുള്ളതാണ്. ഇവള് വർത്താനം പറയില്ല, പക്ഷെ നന്നായിട്ട് പ്രതികരിക്കും. വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചൊക്കെ അവൾ പ്രതികരിക്കും. പേരൊക്കെ വിളിക്കും. ഋതികേ എന്നുള്ളത് അവളുടെ രീതിയിൽ അവൾ വിളിക്കും. അതൊക്കെ പിന്നീട് കാണിച്ചു തരാം. പിന്നെ അച്ഛൻ പോവാൻ ഒരുങ്ങുമ്പോൾ അവൾ രഹസ്യമൊക്കെ പറയുന്നുണ്ട്. ഇന്ന സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അച്ഛനെ വളരെ സങ്കടത്തിൽ അവൾ യാത്രയാക്കുകയാണ്. ടാറ്റാ, പോയി വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മയൊക്കെ കൊടുത്ത് അയാള് അങ്ങനെ ഞങ്ങളുടെ പോട്ടിലൊരു താമരപ്പൂ വിരിഞ്ഞിട്ടുണ്ട്. അപ്പം അത് അവളെ കാണിക്കുകയാണ് ഞാൻ. അപ്പോൾ അവള് ഹാപ്പിയായി. പിന്നെ പൂവൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം വാശിയൊക്കെ പിടിച്ചു. ഞാൻ എന്തൊക്കെയോ ഓരോന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവളെന്നെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. അടി വാങ്ങരുതേറ്റാ, അമ്മയുടെ പൂവാണത്. ഡോണ്ട് ടച്ച് മൈ ഫ്ലവർ. അതൊക്കെ കഴിഞ്ഞ് വാശി കഴിഞ്ഞപ്പോൾ അടുത്തത് മീനോൾക്ക് അവൾ തീറ്റ കൊടുക്കുകയാണ്. ഞാൻ കുറച്ച് തീറ്റയൊക്കെ കൊടുത്ത് അവളുടെ ആ പൂ പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രേരണയിൽ നിന്നും ആ പ്രേരണനെ ഞാൻ മാറ്റി കൊണ്ടുവരികയാണ് പതുക്കെ പതുക്കെ. ഉണ്ട് ഇട്ടെടുക്കും. ഇവിടെ ഇട്ടെടുക്കും. ഇവിടെ ആ ഓക്കെ.
വീണ്ടും ആ പൂവൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം വാശിയൊക്കെ പിടിച്ചു. അങ്ങനെ അടുത്ത പോട്ടിലേക്ക് ഞാൻ മീനുകൾക്ക് തീറ്റ ഇട്ട് കൊടുക്കാനായിട്ട് അവളതിനെ കൊണ്ടുവന്നു. ഇനിയിപ്പോൾ അപ്പുറത്തും ഉണ്ട് ഒരു ചെറിയൊരു ഇതിൽ മീനുകളുണ്ട്. അപ്പോൾ അതിലും കൂടി അവൾക്ക് തീറ്റകൾ ഇട്ടെടുത്ത് ഞാൻ പതുക്കെ സെറ്റാക്കി എടുക്കുകയാണ്. ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതവളുടെ അച്ചാച്ചൻ്റെ പെങ്ങളാണ്. എല്ലാ സൺഡേയും വരും. ഇതവളുടെ അച്ഛമ്മയുടെ അമ്മയാണ്. രാവിലെ തന്നെ അവരോട് കത്തി വെച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോഴാണ് അവൾ ഞാൻ വീഡിയോ എടുക്കുന്നത് ശ്രദ്ധിച്ചത്. അപ്പോൾ ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവൾ അടുക്കളയിൽ ചെന്ന് രാവിലെ അവളുടെ അച്ഛമ്മേനെ കാണാൻ പോവുകയാണ്. അച്ഛമ്മ അവൾക്ക് സ്പെഷ്യലാണ്. അപ്പോൾ അച്ഛമ്മേനെ കാണാൻ പോവാണ്. അച്ഛമ്മയ്ക്ക് എന്താ കാര്യം എന്നൊന്നും മനസ്സിലാവണില്ല. അച്ഛമ്മ അവളുടെ അടുത്ത് എന്തിട്ടാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അച്ഛമ്മ ചപ്പാത്തി വരുത്തണം. ഇനി അവളുടെ ചപ്പാത്തി വരുത്തണ ലീലാവിലാസങ്ങളാണ് ഇനി കാണാൻ പോണത്. ചപ്പാത്തി ഉണ്ടാക്കാനാ തിന്നാനാ ഉണ്ടാക്കാനാ കൂടി ഇരുന്നതേ ചൂട് സഹിക്കില്ല. അങ്ങനെ അവൾ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. ബൈ ബൈ പറയാറായിട്ടില്ല. യെസ്, ഇങ്ങനെ ഇട്ടാൽ മതി. ഇങ്ങനെ ഇങ്ങനെ എടുക്കുക. തുണ്ണിക്കുണ്ടാക്കി തരാനുള്ളതാട്ടാ. തുണ്ണിക്കുണ്ടാക്കി തരാട്ടാ. അത് ഉണ്ണിക്കുള്ളതാട്ടാ. നെലി ചപ്പാത്തി ലുക്ക്. ആര് പരത്തിയ ചപ്പാത്തിയാ? നിന്റെ കൂട്ടുകാർക്ക് കാണിച്ചു കൊടുത്തേ. ഇതാണ് ഞാൻ പരത്തിയ ചപ്പാത്തി എന്ന് കാണിച്ചു കൊടുക്ക്. ഗായ്സിന് കാണിച്ചു കൊടുക്ക്. നിന്റെ തലമണ്ട തല്ലി പൊളിക്കാനാ? അങ്ങനെ ഞാനിപ്പോഴാണ് ഫ്രെയിമിൽ വരണത്. അങ്ങനെ ഞങ്ങൾ പല്ല് തേക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അവൾ പല്ല് തേക്കാൻ ഭയങ്കര മടിച്ചാണ്. പല്ല് തേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെന്നെ കൊല്ലണേന് തുല്യാണ്. അപ്പൊ അതിന് പണികളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കാണിച്ചു തരാം. പല്ലേക്കിനിട്ട് മുന്നേ ഒരു മിഠായി അകത്താക്കി ഇല്ലേ? ആ കട്ടിയെ ഓക്കെ. പല്ല് തേക്ക്. നീലു വിളിക്കണ കേട്ടോ നിന്നെ. എന്തടി നീലു? എന്റെ അപ്പൊ ഞാൻ നീലുവിനെ കൊണ്ട് പറയിപ്പിക്കാട്ടാ. തിങ്കൾ, ചൊവ്വ, ബുധൻ, നീലു നന്നായിട്ട് നമ്മളോട് റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ അതാണ് ഇപ്പോൾ കാണുന്നത്.
അവളെ നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്ത് വളർത്തിയതാണ്. ഇതും ചെറുപ്പത്തിൽ ഇവൾക്കൊരു ആഗ്രഹം പറഞ്ഞ് തത്തേനെ വേണം എന്ന് പറഞ്ഞിട്ടൊരു ഇതിനെ വാങ്ങിച്ചതാണ്. നാടൻ തത്തേനെ നമുക്ക് കിട്ടാണ്ടായിരുന്നില്ല. അപ്പം ഇങ്ങനെ ഒരെണ്ണത്തിനെ വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ തന്നെ വളർത്തിയതാണ്. വളർത്തി അവളെ ഇത്രയാക്കിയതാണ്. നല്ല ഇണയൊക്കെയായിട്ട് നല്ല ഇതായിട്ട് ഇണങ്ങിയിട്ടുള്ള ബേർഡാണ് കേട്ടോ നമ്മുടെ നീലുപ്പെണ്ണ്. ഷേക്കേണ്ട എന്താ പിന്നെ ഷേക്കേണ്ട മസാജ് തരുമ്പോ. അങ്ങനെ ഒടുവിൽ ഞാൻ ഒക്കത്തൊക്കെ വെച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി പല്ലേക്കാൻ ശ്രമിപ്പിക്കുന്നുണ്ട്. നടക്കണമെന്നില്ല, എന്നാലും പല്ല് തേച്ചില്ല എന്നുള്ള ലെവലിലാക്കി എടുത്തിട്ടുണ്ട്. ഇതിനാണ് ഇവിടെ എന്നും യുദ്ധം. ഞാനും അവളും തമ്മിൽ പല്ല് തേക്കാനാണ് എന്നും യുദ്ധം. അങ്ങനെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് കഴിക്കാണ്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവള് വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ അവളുടെ ഇഷ്ടത്തിനായിക്കോട്ടെ കുളി എന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പം അങ്ങനെ നമ്മുടെ ഒരു ഇതിൽ വെള്ളമൊക്കെ നിറച്ച് ഞങ്ങൾ കുളിക്കാനുള്ള അവളുടെ ഇഷ്ടത്തിന് ഞാൻ വിട്ടുകൊടുത്തു. അവൾ വെള്ളത്തിൽ കളിച്ച് എൻ്റെ മേത്തൊക്കെ വെള്ളമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് ഒരു കുട്ടിയുണ്ട്. അപ്പോൾ അവളെ വിളിക്കുകയാണ് കിങ്ങിനി. അവളുടെ കൂട്ടുകാരിയാണ്, നമ്മുടെ ബന്ധുക്കൾ തന്നെയാണ്. അങ്ങനെ കിങ്ങിനെ വിളിക്കാൻ കിങ്ങിനിയെ ഞാൻ കുളിക്കുന്നത് കണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തണുക്കണേ, എന്നെ കെട്ടിയിടമ്മ എന്നൊക്കെ പറഞ്ഞാൽ അമ്മേനെ കെട്ടിപ്പിടിച്ചിട്ട് കുറച്ച് സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ആണെങ്കിൽ ഇവർ കുളിച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ബേബിയുടെ ആ ഒരു മണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അവിടെ കുറേ ഉമ്മയൊക്കെ കൊടുത്ത് വാവോ എന്നൊക്കെ പറഞ്ഞ് ഇതാക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ കിണുങ്ങാതെ നിന്ന് അവൾ ഒന്നും കൂടി കിണുങ്ങും. അങ്ങനെ മോഹാലസ്യപ്പെട്ട് എൻ്റെ തോളിൽ ഇങ്ങനെ കിടക്കുകയാണ്. എങ്ങനെയാ സുന്ദരി? അങ്ങനെ സുന്ദരിയാവാൻ പോണോ? സുന്ദരിയാവാൻ പോവാന്നൊക്കെ പറഞ്ഞില്ലെന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വാശിയായി, ചില്ലറ പൈസ കൊണ്ട് കളിക്കണം എന്നൊക്കെ. ഇനി അമ്മ ചെറുപ്പത്തിലാവുമ്പോ അല്ലേ? ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് പിന്നെ ഒരു ഉറക്കം മൂടായി. പിന്നെ ആകെ വാശിയാണ്. എനിക്ക് വേണ്ട, എന്റെ ആയിഷേട്ടൻ കൊണ്ടോ എന്താ സാധനം? മാനേ മലരമ്പൻ തുറുമ്പുള്ള മാമുള്ളി മാനേ അമ്മൂടി പിഴിഞ്ഞോ? ഇണക്കമാണോ എന്നോടിണക്കമാണോ? അടുത്തു വന്നാലും ഉള്ളിലേ മടിച്ചു നിൽക്കാതെ